ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ സോയാബീൻ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ ഞാനിത് കുതിരാനായിട്ട് വെച്ചിരുന്നില്ല. കുതിർത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കുതിർത്ത് വെക്കാതെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഒരു 1/4 കപ്പിന് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം സബോള ഒരു 3-4 പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളവും ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് നൈസായിട്ടല്ല അരച്ചെടുത്തിട്ടുള്ളത്, കുറച്ച് തരിതരിയോട് കൂടിയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്നും കുഴച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. അത്ര ടൈറ്റ് ഒന്നും ഇല്ല, ഈ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ആ മാവ് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടത് അതിനനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാനെല്ലാം ഇതേപോലെ ഒരേ വലിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു റിങ്ങിന്റെ പകുതി വരെ നിൽക്കുന്ന വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ ഒരു സ്റ്റീൽ പാത്രം ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇഡലി ചെമ്പിൽ വേവിച്ചെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ ഹോളിൽ ഒരു പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട് എയർ ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും. ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ഒരുപാട് എരിവ് വേണ്ടാന്ന് കരുതിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിൽ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരിട്ട് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതൊന്ന് കുടഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.